ഹായ് ഓൺ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നന്നായി അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൺഡേ എല്ലാവർക്കും പൊതുവേ ഒരു മടിയായിരിക്കും. നമുക്ക് ലീവുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം വൈകി എഴുന്നേറ്റാൽ മതി. നമുക്ക് തിരക്കിട്ട പണികളൊന്നുമില്ല. ജോലിക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം റെഡിയാക്കണ്ട. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമുക്കൊരു സന്തോഷമുള്ള ഒരു ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് സൺഡേ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. നിങ്ങൾ സാധാരണ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പം ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റർഡേ സൺഡേ കിട്ടുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സൺഡേ മാത്രമാണ് ലീവെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ദിവസം ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടാവും. എത്ര ജോലികൾ ചെയ്യാനുണ്ടെങ്കിലും സൺഡേ ആകുമ്പോൾ ഒന്ന് കുറച്ച് നേരം വൈകി എഴുന്നേക്കാമെന്ന് വിചാരിച്ച് ജോലികളെല്ലാം നീണ്ടു പോകുന്നൊരവസ്ഥയാണ് ഒട്ടുമിക്ക പേർക്കും ഉള്ളത്. എന്നിട്ടുള്ള പരാതി എന്താണ്? സൺഡേ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയി, നമുക്ക് ലീവുള്ള ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന് നമ്മൾ പരാതിയും പറയും. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സൺഡേ പെട്ടെന്ന് കഴിയുന്നത്? നമ്മൾ രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളെല്ലാം നമുക്ക് കൃത്യസമയത്ത് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനും നമുക്ക് ഒന്ന് പുറത്തു പോകാനും എല്ലാത്തിനും നമുക്ക് ഒരുപാട് സമയമുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നും ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യണം, ഇന്ന് ചെയ്ത് തീർക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ ചെയ്ത് കഴിയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് ടിക്കിട്ട് പോയി നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഓരോ കാര്യങ്ങളും ടിക്കിട്ട് അവസാനം ലാസ്റ്റുള്ള കാര്യം കൂടി ടിക്കിട്ട് കഴിയുമ്പോൾ നിങ്ങൾ സൺഡേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തു. നമ്മൾ ഒരുപാട് പേര് വെറുതെ സമയം ചെലവഴിക്കുന്ന ഒരു ദിവസമാണ് സൺഡേ. ഒരു കാര്യം ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരുന്ന്, കുറേ നേരം കിടന്നുറങ്ങി, കുറേ നേരം TV കണ്ട്, ഒരുപാട് നേരം നമ്മുടെ മൊബൈൽ കുത്തിയിരുന്ന് സമയം ഒരുപാട് വേസ്റ്റ് ആക്കുന്ന ദിവസമാണ് സൺഡേ. പക്ഷേ നമുക്ക് ആ ഒരു വീക്കെൻഡ് ആവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ജോലികൾ പെൻഡിങ് ആവും. എല്ലാം സൺഡേ ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചതൊന്നും തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ.